നമസ്കാരം. ഡോക്ടർ സാജി ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു വിഷയം കർക്കിടകം, രാമായണം അല്ലെങ്കിൽ ആധുനിക ആരോഗ്യ സങ്കല്പം എന്നുള്ളതാണ്. തീർച്ചയായും ക്യാപ്ഷൻ കണ്ടു കഴിയുമ്പോൾ ഇതൊരു ആത്മീയ അവബോധനമായ ഒരു ചർച്ചയാണോ എന്നൊക്കെയുള്ള ഒരു സ്വാഭാവികമായ ഒരു ചിന്ത വരും. അത്തരത്തിലൊന്നുമല്ല. നമ്മുടെ ഈ പ്രാചീന കാലം തൊട്ടുള്ള ആരോഗ്യ സങ്കല്പങ്ങളും ഇന്നുള്ള ആരോഗ്യ സങ്കല്പങ്ങൾ തമ്മിൽ ഏതൊക്കെ കാര്യങ്ങളിൽ സമാനതകളുണ്ട്, ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മളത് അവലംബിച്ച് പോകുന്നത്, അതനുസരിച്ച് പോകുന്നത് എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചെറിയൊരു എത്തിനോട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനു മുമ്പ് ഒരു ഈസ്റ്റർ ദിനത്തിൽ തലേന്ന് അല്ലെങ്കിൽ ഒരു ദുഃഖ വെള്ളിയാഴ്ച ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഉപവാസം മുന്തിരിച്ചാറ് ഉയർപ്പ് എന്നായിരുന്നു. പല സ്നേഹിതന്മാരും എന്നോട് ചോദിച്ചു, പല ആൾക്കാരും എന്നോട് ചോദിച്ചു, ഇത് ആത്മീയമാണോ ആരോഗ്യമാണോ എന്ന്. ഞാനന്ന് അവരോട് പറഞ്ഞ മറുപടി ആത്മീയതയിൽ ആരോഗ്യവും ആരോഗ്യത്തിൽ ആത്മീയതയും കണ്ടെത്താമെന്നുള്ളതാണ്. ആ തരത്തിലുള്ള ഒരു വീഡിയോ ആണിത്. പക്ഷെ തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം. കാരണം നമുക്ക് ഉപകാരപ്രദമായ കുറേയധികം കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഇതിനകത്തുണ്ടാവും. അത് മാത്രമല്ല, നമ്മുടെ ചിന്തകളെ അങ്ങോട്ട് കൊണ്ടെത്തിക്കുന്ന തരത്തിൽ നമ്മൾക്ക് ഒരു ചർച്ച കൂടെയാണ് ഇത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് കർക്കിടകത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. കർക്കിടകം നമുക്കറിയാം, പൊതുവെ ക്ഷാമമാസമാണ്, പഞ്ചമാസമാണ്, ദാരിദ്ര്യത്തിൻ്റെ മാസമാണെന്ന് അറിയപ്പെടുന്നു. പിന്നെ എപ്പോഴും അതൊരു രാമായണ മാസമായി വീടുകളിൽ ഗ്രഹങ്ങളിലൊക്കെ രാമായണം വായനയും കാര്യങ്ങളുമായി വന്നു. അതെന്തു തന്നെയാണെങ്കിലും കർക്കിടകം ആരോഗ്യപരമായ പ്രശ്നമുള്ള ഒരു സമയമാണെന്നും കർക്കിടകത്തിൽ പ്രത്യേകിച്ച് ശാരീരികമായ പരിചരണം ആവശ്യമാണെന്നും പല ആൾക്കാരും ചിന്തിക്കുന്നു. അതിൻ്റെ ഫലമായി തന്നെ ഉടലെടുത്ത ഒരു രീതിയാണ് കർക്കിടകക്കഞ്ഞി. അത് നമുക്കറിയാം. കർക്കിടകക്കഞ്ഞിയിലുള്ള പച്ചരിയോ കുമ്പളരിയോ ഒപ്പം അതിനോടൊപ്പം ജീരകം, പിന്നെ ചുക്ക്, കുരുമുളക്, ഉലുവ ഇത്യാദി കാര്യങ്ങളെല്ലാം കൂടെ ഇട്ട് തയ്യാറാക്കുന്ന ഒരു ഔഷധ കൂട്ടാണ് നമ്മുടെ ഈ കർക്കിടകക്കഞ്ഞി. പല വീടുകളിലും ഇന്ന് സ്ഥിരമായത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. ഇതിനു മുമ്പ് ഞാൻ ചെയ്തിരുന്ന ഒരു വീഡിയോയിൽ യഥാർത്ഥത്തിൽ ഉലുവയുടെയും ജീരകത്തിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് വളരെയധികം പറഞ്ഞാലും അറിയിക്കാൻ പറ്റാത്ത ഔഷധ ഗുണങ്ങൾ അതിനുണ്ട് താനും, അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ ഒരു വീഡിയോയുടെ ലിങ്ക് തീർച്ചയായും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കർക്കിടകത്തിൽ ആരോഗ്യത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന കർക്കിടകം, നമുക്കറിയാം. കർക്കിടകത്തിൽ പൊതുവെ ദാരിദ്ര്യവും ദുരിതവും ദുഃഖവുമായതുകൊണ്ട് ജോലിയും കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് കുറവായിരിക്കും, വീട്ടിലിരിക്കുകയായിരിക്കും. പൊതുവെ വ്യായാമക്കുറവുണ്ട്. അതിനോടൊപ്പം തന്നെ ശരീരം വീർക്കുക എന്നുള്ള ഒരു പ്രവണത പൂർണ്ണമായും കുറയുന്നു. അതുകൊണ്ട് തന്നെ മാലിന്യങ്ങളൊക്കെ ഉള്ളിൽ അടിച്ചുകൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വാദസംബന്ധമായ അസുഖങ്ങളെല്ലാം കൂടാറുണ്ട്. അപ്പോൾ കർക്കിടകക്കഞ്ഞിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒഴിവാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സാധനത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത് ചേനയാണ്. നമുക്കറിയാം, ചേനയുടെ വളരെ ഒരു ഔഷധ ഗുണങ്ങൾ, ചേനയ്ക്കകത്തുള്ള ഡയോസിനിൻ എന്നൊരു കണ്ടന്റ്. ആ ഡയോസിനിൻ എന്ന് പറയുന്ന കണ്ടന്റ് യഥാർത്ഥത്തിൽ നമുക്ക് ക്യാൻസർ പോലും അകറ്റി അർബുദം പോലും ചെറുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അത് മാത്രമല്ല, ഒരു ചൊല്ല് തന്നെയുണ്ട്, കർക്കിടകത്തിൽ കട്ടിട്ടാണെങ്കിലും ചേന കഴിക്കണമെന്നുള്ളത്. ചേന വാദമകറ്റും എന്ന് മറ്റൊരു ചൊല്ലുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേനയും വാദസംബന്ധമായ അസുഖങ്ങളെക്കുറിച്ചുള്ള ഒരു റിലവൻസ് അല്ലെങ്കിൽ ഒരു ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏത് തരത്തിലാണെങ്കിലും വാദസംബന്ധമായ അസുഖങ്ങൾ, പൈൽസ്, അതുപോലുള്ള തരത്തിൽ തന്നെ ശരീരത്തിലെ വിഷാംശം അല്ലെങ്കിൽ മാലിന്യങ്ങൾ പുറന്തള്ളുക, അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇതാണ് ചേന. അപ്പോൾ ചേന ഏത് തരത്തിലാണെങ്കിലും പൂർണ്ണമായും അത് ഉപയോഗപ്പെടുത്തി നമ്മുടെ ശരീരവും മനസ്സും ചേതസുറ്റതായതും അല്ലെങ്കിൽ ചേതനാത്മകമായത് എന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിക്ക് മാറ്റി തീർക്കുവാൻ ചേനയ്ക്കുള്ള ഒരു സാധ്യത വളരെ വലുതാണ്. കർക്കിടകം പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാനത് പറയും. കർക്കിടകക്കഞ്ഞിയോടൊപ്പം ചേനയുടെ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ ചർച്ച അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാചീനമായ കാലഘട്ടത്തിൽ അവലംബിച്ചു പോരുന്ന ആരോഗ്യപരമായ കാര്യങ്ങൾ ഏതൊക്കെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നു അല്ലെങ്കിൽ ഇന്ന് നമ്മൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും രാമായണത്തിനെ ബേസ് ചെയ്ത് നമുക്ക്
അതിനകത്ത് ചിന്തിക്കുമ്പോൾ എടുത്തു പറയാനുള്ളത് രാമായണം പാരിസ്ഥിതികമായും സാമൂഹികമായ തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ മാത്രമാണ് ഇന്ന് ആരോഗ്യ സങ്കല്പങ്ങളുമായി നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. പാരിസ്ഥിതികമായ തലത്തിൽ നമുക്കറിയാം രാമായണം അത് പറഞ്ഞു വരുമ്പോൾ തീർച്ചയായും രാമൻ്റെ വനവാസകാലത്തെക്കുറിച്ച് നമുക്ക് പറയേണ്ടി ഇരിക്കുന്നു. ആ വനവാസകാലത്തെക്കുറിച്ച് നമുക്ക് പറയേണ്ടിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലവണ്ണം അറിയാം കാടും മലയും വനവും വൃക്ഷങ്ങളും അല്ലെങ്കിൽ ഫലപൂലാദികളെല്ലാം നമുക്ക് കായ്ഫലങ്ങളെല്ലാം വനത്തിൽ നിന്നുള്ള ഫലങ്ങളൊക്കെ ഭക്ഷിച്ച് കാട്ടരുവിയിൽ നിന്നുള്ള വെള്ളവും കുടിച്ച് കാതങ്ങളോളം യാത്ര ചെയ്ത് നടക്കുന്ന ഒരു രാമൻ്റെ സങ്കല്പം നമ്മുടെ മനസ്സിലെത്തുന്നു. ഈ മനസ്സിലെത്തുമ്പോൾ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ഇതുമായി എന്ത് താരതമ്യമുണ്ട്, എന്താണ് നമുക്കെന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ കണ്ടുവരുന്ന എക്കോ ലിവിങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹോളിസ്റ്റിക് ലിവിങ് എന്ന് പറയുന്ന ഒരു സംവിധാനവുമായി നമുക്കിതിനെ താതാത്മ്യം ചെയ്യുമ്പോൾ എന്താണ് എക്കോ ലിവിങ്? തീർച്ചയായും പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത വിധം വളരെ കൃത്യമായ രീതിക്കും വ്യക്തമായും പരിസ്ഥിതിയെ ചൂഷണം ചെയ്യാതെ നമ്മുടെ ഒരു പാകപ്പെടുത്തിയെടുത്ത് നമ്മുടെ നല്ലവണ്ണം ജീവിച്ചു പോകുന്ന പരിസ്ഥിതിക്ക് ദോഷമില്ലാതെ ചൂഷണമില്ലാതെ ദോഷമില്ലാതെ നമ്മൾ ചെയ്തു പോകുന്ന ജീവിതം അനുസരിച്ച് പോകുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എക്കോ ലിവിങ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് അതിൻ്റെതായ ഹോളിസ്റ്റിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ശുദ്ധമായ വായു, ശുദ്ധമായ ജലം, ശുദ്ധമായ പ്രകൃതി കാര്യങ്ങളൊക്കെ പ്രകൃതിയോട് എത്രമാത്രം മനുഷ്യൻ കടപ്പെട്ടിരിക്കുന്നു, ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ പറയുമ്പോൾ തന്നെ ഇന്ന് പ്രകൃതി ചികിത്സാക്കാരം അല്ലെങ്കിൽ നാച്ചുറൽ തെറാപ്പി അവരൊക്കെ തന്നെ നമ്മൾ പറഞ്ഞത് പ്രകൃതിയിലേക്ക് മടങ്ങുവാനാണ് മനുഷ്യനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രകൃതിദത്തമായ ഭക്ഷണം കഴിക്കുമ്പോൾ ജീവനുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ആ കഴിക്കുക എന്നുള്ള ഒരു ഇത് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്ന് നമ്മുടെ ഭക്ഷണ സംസ്കാരമാണ് നമുക്ക് ഏറ്റവും അധികം ദോഷമായി വരുന്നത് എന്നുള്ളത് തീർച്ചയായും നമുക്കറിയാമെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് ആഹാരം കഴിക്കുന്നത് ആഹാരമെല്ലാം ആഹാരം ആയി കാണാതെ ശരീരത്തിന് ആവശ്യമായ രീതിക്കുള്ള ആഹാരം എന്താണോ കഴിക്കേണ്ടത് ആ കഴിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് പറയുന്നത്. നമ്മുടെ ഇപ്പോൾ ന്യൂട്രീഷണൽ തെറാപ്പിയും പറയുന്നത് തന്നെ ആഹാരമല്ലാത്ത ആഹാരം എന്നുള്ളതാണ്. ന്യൂട്രീഷണൽ തെറാപ്പി ആഹാരമല്ലാത്ത ആഹാരം. അപ്പോൾ നമ്മൾ ആഹരിക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എന്തെന്നുള്ളതാണ്. ഇന്ന് ബഹുഭൂരിപക്ഷം വരുന്ന അസുഖങ്ങളിലും പ്രധാനപ്പെട്ട ഒരു പ്രധാന ഘടകമെന്ന് പറയുന്നത് അമിതമായ ഭക്ഷണം തന്നെയാണ്. ഈ അമിതമായ ഭക്ഷണം കൊണ്ട് ഇന്ന് നമുക്ക് അറിയാം ഇന്ന് കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരുപാട് അസുഖങ്ങൾ സത്യം പറഞ്ഞാൽ അമിത ഭക്ഷണം കൊണ്ടുണ്ടാകുന്നതാണ്. നമുക്കൊന്ന് നോക്കാം. ഡയബറ്റീസ്, ഇൻസുലിൻ റെസിസ്റ്റൻസ്, കൊളസ്ട്രോള്, ഹൈപ്പർ കൊളസ്ട്രീമിയ അല്ലെങ്കിൽ കൊളസ്ട്രോള്, ഫാറ്റി ലിവർ, പിന്നെ ഗാൾ ബ്ലാഡർ കാൽക്കുലേ, കോളിലിത്തിയാസിസ്, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു 90% അസുഖങ്ങളും അമിതമായ ഭക്ഷണം കൊണ്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. ചുരുക്കത്തിൽ മരുന്നിനേക്കാൾ ഏറെയായി നമ്മൾ ആഹാരശീലങ്ങളിൽ മാറ്റം വരുത്തണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു പരിധി വരെ ഇതിൻ്റെ അർത്ഥം ഇന്നത്തെ യുവതലമുറയോട് നിങ്ങൾ ബാക്കി ഒന്നും മറ്റൊന്നും കഴിക്കാൻ പാടില്ല എന്നുള്ളതെന്നല്ല. എന്ത് വേണമെങ്കിലും അവനവന് താല്പര്യമുള്ളത് എന്തും കഴിക്കാമെന്നുള്ളതാണ്. ഒരാളെ ഭക്ഷണ സംസ്കാരത്തിലോട്ട് എത്തി നോക്കുക അല്ലെങ്കിൽ അതിനെ വിമർശിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. പക്ഷെ എങ്കിൽ പോലും നമുക്കിഷ്ടവും പ്രിയകരമായിട്ടുള്ള ഏത് കാര്യം കഴിക്കുന്നതിനോടൊപ്പം ആ കഴിക്കുന്നത് പ്രകൃതിയിലോട്ട് മടങ്ങിക്കഴിഞ്ഞാലുള്ള ഒരു നേട്ടത്തെക്കുറിച്ച് പറയുവാനാണ്. അപ്പോൾ പ്രകൃതിയുമായി മനുഷ്യന് അഭേദ്യമായ ബന്ധമുണ്ടെന്നുള്ളതാണ്. നമുക്കറിയാം സീതയെ കാണാതെ സീതാപഹരണത്തിന് ശേഷം രാമൻ മുല്ലവള്ളികളോടും കാട്ടുചെടികളോടും കണ്ടുപോയി എൻ്റെ സീതയെന്ന് ചോദിച്ചു നടക്കുന്ന ഒരു രാമനെക്കുറിച്ച് നമുക്കറിയാം. കഥയായി നമുക്കത് തോന്നാമെങ്കിലും വളരെ മനുഷ്യനും ചെടികളും സസ്യലതാദികളും പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു വളരെ തീവ്രമായ ഒരു വശത്തെക്കുറിച്ചാണ് അത് പ്രതിപാദിക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ ജെ.സി. ബോസ്, ജഗദീഷ് ചന്ദ്രബോസ് ഒരു സ്റ്റിമുലയോട് എങ്ങനെയാണ് സസ്യങ്ങൾ പ്രതികരിക്കുന്നു എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്യങ്ങൾക്ക് അമിതമായ ലാളനകൾ ഏൽക്കുന്ന സസ്യങ്ങൾ തീർച്ചയായും കൂടുതൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുമെന്ന് പറയുന്നത് പോലെ സസ്യങ്ങൾക്ക് മനുഷ്യനെ പോലെ ഈ വികാരങ്ങൾ അല്ലെങ്കിൽ സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു താല്പര്യം, ഒരു കഴിവുണ്ട് എന്നുള്ളത് ജെ.സി. ബോസ് തെളിയിച്ചിരിക്കുകയാണ്. അതൊരു ലിവിങ് ബീയിങ് ആണെന്ന്. അപ്പോൾ നമ്മുടെ ആ ഒരു ബന്ധം സസ്യങ്ങളും ചെടികളോടുമായിട്ടുള്ള നമ്മുടെ ബന്ധം നമുക്കത് വല്ലാത്തൊരു ബന്ധമാണ്. അപ്പോൾ ആ പ്രകൃതിയിലോട്ട് മടങ്ങുക എന്നുള്ള ഇപ്പോൾ പ്രകൃതി വിഭവങ്ങൾ കൂടുതലായി നമ്മൾക്ക് ഇത് തന്നെയാണല്ലോ നമ്മളെന്ന് പറയുന്ന ഓർഗാനിക് ഫുഡ് കാര്യങ്ങളൊക്കെ വിഷാംശമില്ലാത്ത തരത്തിലുള്ള ഓർഗാനിക് അങ്ങനെയുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അതിന് ചുരുക്കത്തിൽ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് എന്നുള്ള രീതിക്ക് നമുക്ക് വേണമെങ്കിൽ
പറയാമെന്നുള്ളതാണ്. പിന്നെ പഴമയിൽ നിന്ന് നമുക്ക് എടുത്ത് പ്രധാനമായും നമുക്കറിയാം മിക്കവാറും ഉള്ള ഇത്തരം ആത്മീയ ഗ്രന്ഥങ്ങളിൽ സൂര്യൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് വളരെ ഇതുണ്ട്. ഈ വാൽമീകി രാമായണത്തിലും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനകത്ത് പിന്നെ ഒരു മഹർഷി രാമനോട് അഗസ്ത്യ മന്ത്രം സൂര്യദേവനെ പ്രകീർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജപിക്കുവാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. അതെന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പോകേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും ഏറെക്കുറെ നമുക്കിന്നറിയാം. ഇന്ന് വരുന്ന 90% ഇന്ന് നമ്മൾ കാണുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരിലും പലർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. പണ്ട് സൂര്യൻ അഭിമുഖമായിരുന്ന് ധ്യാനിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനെല്ലാമായി ഒരു ഈശ്വരീയ സങ്കല്പം, ഒരു ദൈവികമായ സങ്കല്പം കൊടുത്താൽ മാത്രമേ മനുഷ്യൻ അത് അനുസരിക്കൂ എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അതിനൊക്കെ തന്നെ ഒരു ദേവസ്ഥാനമൊക്കെ കൽപ്പിച്ച് അന്ന് അങ്ങനെ ചെയ്തു പോകുന്നിരുന്നു എന്നുള്ളതാണ് തോന്നൽ. ഇന്ന് നമുക്കറിയാം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, സൂര്യപ്രകാശം കൊള്ളാത്തത് കൊണ്ട് തന്നെ സൂര്യനെ ഒരു ശത്രുവായി കാണുന്ന ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. പല അസുഖങ്ങളും ഇന്ന് പൊതുവെ ഇപ്പോൾ ഒരു പ്രായമായവരിൽ കണ്ടുവരുന്ന തരത്തിലുള്ള ശാരീരികമായ വേദന, കൈവേദന, കാലുവേദന, എല്ലിൻ്റെ പ്രശ്നം, പല്ലിൻ്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുമ്പ് വരുന്ന പല പ്രശ്നങ്ങളും ഒക്കെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നതാണ്. അതിനകത്ത് എടുത്തു പറയാനുള്ളത് എന്തിനേറെ തൈറോയ്ഡ് രോഗികൾക്ക് TSH കൂടുന്നത് പോലും പലപ്പോഴും ചില പഠനങ്ങൾ പറഞ്ഞു വരുന്നത് വൈറ്റമിൻ ഡി കുറവുള്ളവർക്കാണ്, തൈറോയ്ഡ് രോഗികൾക്ക്. അപ്പോൾ ഈ തരത്തിൽ അപ്പോൾ സൂര്യൻ്റെ ഒരു ഉപാസന അല്ലെങ്കിൽ സൂര്യപ്രകാശം എത്രത്തോളം നമ്മുടെ കൊള്ളണം. നമ്മുടെ ഇന്ന് സൺ ടാൻ അല്ലെങ്കിൽ ഭയങ്കരമായ പ്രശ്നമാണെന്ന് പറഞ്ഞ് പ്രപഞ്ചത്തിൻ്റെ വെളിച്ചത്തെ നമ്മൾ തടയുവാനുള്ള ഒരു ശ്രമമാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമുക്ക് പുരാണങ്ങളുടെ ആത്മീയതകളിൽ നിന്ന് നമുക്ക് ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. ഇതിനകത്ത് പിന്നെ നമുക്ക് എടുത്തു പറയാനുള്ളത് ഈ പ്രകൃതിയോട് മടങ്ങുക, പ്രകൃതിയുടെ ഇതിലോട്ട് പോവുക എന്ന് ഞാൻ പറയുമ്പോൾ അതിനകത്ത് ലീവ് മോർ വിത്ത് ലെസ് എന്നാണ്. ആ ലീവ് മോർ വിത്ത് ലെസ് ഏതാണോ നമ്മൾ കൂടുതൽ നാൾ ജീവിക്കുക കുറച്ച് ഉപയോഗം കൊണ്ടെന്നാണ്. അത് മനുഷ്യൻ്റെ ആർത്തിയും അത്യാഗ്രഹത്തിൻ്റെയും പാടില്ല എന്നുള്ള തരത്തിൽ വ്യാഖ്യാനിക്കാമെന്നുള്ളതിനോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച അമിത ഭക്ഷണം ഒരു വലിയ പ്രശ്നമായിട്ടുള്ളതാണ്. അപ്പം അത്തരം കാര്യങ്ങൾ നമുക്ക് ഭക്ഷണ കാര്യത്തിൽ മിതത്വം പാലിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കാം, 3 നേരം ആഹാരം കഴിക്കുന്നവൻ രോഗി 2 നേരം ആഹാരം കഴിക്കുന്നവൻ 3 നേരം ആഹാരം കഴിക്കുന്നവൻ രോഗി, 2 നേരം ആഹാരം കഴിക്കുന്നവൻ ഭോഗി, 1 നേരം ആഹാരം കഴിക്കുന്നവൻ യോഗി എന്നാണ്. പലപ്പോഴും പല അസുഖങ്ങൾക്കും പല പ്രശ്നങ്ങൾക്കും പട്ടിണി കിടക്കുക എന്നുള്ളതാണ്. ഈവൻ പനിക്ക് പോലും സ്റ്റാർ ഫീവർ എന്നാണ്. ആ ഒരു പ്രക്രിയ അവലംബിച്ച് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഒഴിവാക്കാമെന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. അപ്പോൾ സൂര്യപ്രകാശം, അപ്പോൾ ഈ ഭക്ഷണ കാര്യങ്ങളിൽ മിതത്വം പാലിക്കണമെന്നുള്ളതാണ്. ഈ മിതത്വം എല്ലാ തരത്തിലും എവിടെയും ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ രാമൻ്റെ വനവാസ കാലമെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാടും വൃക്ഷവും പിന്നെ കാട്ടരുവിയും ഒക്കെ പറയുമ്പോൾ ഒരു നമ്മുടെ ഇന്നത്തെ ഒരു ലിവിങ് എക്കോസിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു എക്കോ ലിവിങ് വിത്ത് ഹോളിസ്റ്റിക് ലിവിങ് എന്നുള്ള സങ്കല്പത്തിന് അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ളതാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ അഭിപ്രായത്തിൽ ആരോഗ്യം എന്ന് പറയുന്നത് ശാരീരികവും മാനസികവും സാമൂഹികപരമായ ഒരു സന്തുലിതാവസ്ഥ എന്നാണ്. അപ്പോൾ തീർച്ചയായും സാമൂഹികവും മാനസികവുമായ ഒരു സന്തുലിതാവസ്ഥ അതിനുണ്ടാവണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി എനിക്ക് അടുത്ത് പറയാനുള്ളത്, നമ്മുടെ ഈ രാമായണത്തിൽ കൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ രാമൻ്റെ വനവാസകാലത്ത് ശബരി എന്ന ജന്മത്തിൽ ശാപം കിട്ടി ഒരു രാക്ഷസിയായി മാറേണ്ടി വന്ന ശബരി എന്നൊരു കഥാപാത്രം നമ്മൾ കാണാറുണ്ട്. ആ ശബരി രാമനെ നൽകിയ ഒരു പഴങ്ങളെക്കുറിച്ച് ശബരി ശരിക്കും രാമനെ ആ പഴങ്ങൾ ഓരോന്നും ഇങ്ങനെ കടിച്ചു നോക്കിയിട്ട് അതിൻ്റെ രുചി മനസ്സിലാക്കിയതിന് ശേഷം കൊള്ളാമെന്നുള്ളത് രാമന് കൊടുക്കുകയും ശ്രീരാമൻ 2 കൈ നീട്ടി അത് സ്വീകരിക്കുകയും കഴിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഫലവർഗ്ഗങ്ങൾ പല ലിറ്ററേച്ചറിനകത്തും പറഞ്ഞിട്ടുള്ളത് തമിഴിൽ അതിന് ഇളന്തപ്പഴം എന്നാണ് പറയുന്നത്. തമിഴിൽ ഇളന്തപ്പഴം എന്ന് പറഞ്ഞ സംസ്കൃതത്തിൽ ബദരി എന്ന് പറയുന്നു. അതിനോടൊപ്പം പിന്നെ മലയാളത്തിൽ പുളിക്കൊണ്ടൻ എന്നാണ് പറയുന്നത്. വയനാടിൻ്റെ ഭാഗങ്ങളിൽ
കേരളത്തിൻ്റെ റിമോട്ട് ചില ഏരിയകളിലൊക്കെ അത് കിട്ടുമെന്നാണ് പറഞ്ഞത്. ഈ പഴത്തിനകത്തും ശരിക്കും വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള വളരെ ഇതായിട്ടുള്ളതുണ്ട്. തൊലിയോടുകൂടി കഴിക്കുമ്പോൾ ഒരുപാട് പ്രോബയോട്ടിക് എഫക്റ്റ് ഉണ്ടെന്നുള്ളതാണ്. ആ പ്രോബയോട്ടിക് എഫക്റ്റ് ഉണ്ട്. ഇതും ശരീരത്തിൻ്റെ ദുർമേധസ് അകറ്റുവാനും ഈ പറയുന്ന വിഷാംശങ്ങൾ പുറന്തള്ളുവാനും ഒക്കെ വളരെ കഴിവായിട്ടുള്ള ഒരു പഴം. അത് സ്വാഭാവികമായും മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നപ്പോൾ ഈസ്റ്റർ ദിനത്തിൻ്റെ അകത്തുള്ള ഒരു ഇതിനകത്ത് ഉപവാസവും അതിനകത്ത് ക്രിസ്തുദേവൻ എനിക്ക് ദാഹിച്ചപ്പോൾ നിങ്ങൾ കയ്പ് നീരല്ലേ തന്നത്, പകരം ഞാൻ നിങ്ങൾക്ക് തന്നത് മുന്തിരിച്ചാറാണല്ലോ എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് പല ഫലങ്ങളുള്ളപ്പോൾ എന്തുകൊണ്ട് മുന്തിരിച്ചാറ് കൊടുത്തു എന്നുള്ള ഒരു ചിന്ത വന്നപ്പോഴാണ് മുന്തിരിച്ചാറിനകത്തുള്ള റെസവട്രോൾ എന്ന് പറയുന്ന ഒരു ഘടകം ശരീരത്തിന് എത്രമാത്രം പ്രയോജനകരമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുപോലെ തന്നെ പുരാണങ്ങളിലും ഗ്രന്ഥങ്ങളിലുമൊക്കെ പരാമർശിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളുടെ പിന്നിലും ശാസ്ത്രീയമായ ഓരോ കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന ഇളന്തപ്പഴം എന്ന് പറഞ്ഞിരിക്കുന്ന ശബരി രാമന് നൽകിയ പഴത്തിനകത്ത് തന്നെ ഒരു സെഡേറ്റീവ് എഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് ഉറക്കത്തിന് വളരെയധികം സഹായിക്കും എന്നും പറയപ്പെടുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വന്നു. ആ ഇളന്തപ്പഴം തീർച്ചയായും എന്തിനേറെ ഒരുപാട് മരുന്നുകളെക്കുറിച്ച് രാമായണത്തിൽ പ്രതിപാദിക്കുന്ന കൂട്ടൽ നമുക്കറിയാം. അവസാനം ശരമേറ്റ് കിടക്കുന്ന ലക്ഷ്മണനെയും രാമനെയും രക്ഷിക്കുവാനായി മൃതസഞ്ജീവിനി തേടി പോകുന്ന ഹനുമാന്റെ കഥ നമുക്കറിയാം. അപ്പോൾ ഇനിയും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ ഔഷധ ഗുണങ്ങളുള്ള ഒരുപാട് ചെടികൾ അല്ലെങ്കിൽ ഒരുപാട് സസ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ ബാക്കി ഉണ്ട് എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ ആ വിഷയത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യപരമായ പറയുമ്പോൾ മാനസികവും സാമൂഹികപരമായ ശാരീരികമായ ഒരു ആരോഗ്യസ്ഥിതി മാത്രം പോരാ, അവന് മാനസികമായ ഒരു ആരോഗ്യസ്ഥിതി കൂടെ വേണം. ഈ മാനസികമായ ഒരു ആരോഗ്യസ്ഥിതി ഉണ്ടാവണമെങ്കിൽ ആത്മധൈര്യവും വിശ്വാസവും പ്രധാനമാണ്. ഈ ആത്മധൈര്യം ഇന്ന് നമുക്കറിയാം ഒരുപാട് കൗൺസിലിംഗ് സെൻറ്റേഴ്സ് വളരെയധികം കുമിളകൾ പോലെ മുളച്ചു കൂടുന്നത് നമുക്കറിയാം. ആ കുമിളകൾ പോലെ മുളച്ചു കൂടുന്നതിനുള്ള ഒരു കാരണം തന്നെ ആർക്കും ആരുടെയും പ്രശ്നങ്ങൾ കേൾക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും വളരെ പൊട്ടിത്തെറിക്കുന്ന ലക്ഷ്മണനെയും അതുപോലെ പല വ്യക്തികളെയും പല സാഹചര്യങ്ങളെയും രാമൻ നല്ലവിധം കൗൺസിൽ ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. അപ്പോൾ മാനസികമായ ആരോഗ്യത്തിന് തീർച്ചയായും ആത്മധൈര്യം ഉണ്ടാകണം, അല്ലെങ്കിൽ സമർപ്പണം വേണമെന്നുള്ളതാണ്. ആ സമർപ്പണം വേണം എന്നുള്ളതാണ്. അങ്ങനെ സമർപ്പണത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമുക്ക് ഹനുമാന്റെ ഭക്തിയെക്കുറിച്ച് നമുക്ക് കാണുമ്പോൾ പൂർണ്ണമായും സമർപ്പണം. ഹനുമാൻ പറഞ്ഞിരിക്കുന്നത് ഹനുമാൻ പൂർണ്ണമായും രാമൻ എവിടെയുണ്ടോ അവിടെ ഹനുമാൻ വിജയം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അത് സമർപ്പണവും വിശ്വാസവുമാണ്. ഇത് തന്നെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, നീ ഭയപ്പെടേണ്ട, നിന്നോടൊപ്പം നിൻ്റെ കൂടെ ഞാനുണ്ട് എന്നുള്ളത്. ഇത് തന്നെയാണ് ഇസ്ലാമിക ഇതിനകത്തും പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. നീ വചനങ്ങൾ കേൾക്കുമ്പോൾ, നിൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ നിൻ്റെ ഹൃദയം തിളയ്ക്കണമെന്നും നിൻ്റെ വിശ്വാസം കൂടണമെന്നും പറഞ്ഞിരിക്കുന്നു. ചുരുക്കത്തിൽ വിശ്വാസം ഒരു പ്രധാന ഘടകമാണ്. ഇത് ഒരു ആരോഗ്യം സംബന്ധിച്ചുമുള്ള ഒരു കാര്യങ്ങളിൽ ഒരു രോഗം ചികിത്സിക്കപ്പെടണമെങ്കിൽ, ഒരു ക്യൂറായി വരണമെങ്കിൽ ദ ഹീലിംഗ് സ്റ്റാർട്ട്സ് വിത്ത് ഇന്നർ സ്ട്രെങ്ത് എന്നാണ്. ആത്മധൈര്യമുള്ളിൽ ആത്മധൈര്യമില്ല എങ്കിൽ അവനിൽ ചികിത്സയും ഫലം ചെയ്യാൻ പ്രയാസമെന്നുള്ളതാണ്. അപ്പോൾ അത്തരം മാനസികമായ ഒരു ഉയർച്ച ഉണ്ടാകണമെങ്കിൽ പൂർണ്ണമായും സമർപ്പണം വേണമെന്നുള്ളതാണ്. അത് വിശ്വാസം വേണമെന്നുള്ളതാണ്. ആ വിശ്വാസം നീ നിന്നിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. നമ്മളിൽ വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് മറ്റൊരാളെ പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റൂ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നമുക്ക് മറ്റൊരാൾക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റൂ എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ പറഞ്ഞ രാമായണത്തിൻ്റെ തലത്തിൽ ചിന്തിക്കുമ്പോൾ ശാരീരികമായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, വളരെ അഭ്യാസം കാര്യങ്ങളൊക്കെ ഉള്ള രീതിക്ക് മെയ് വഴക്കവും ഒക്കെ വന്നിട്ട് ഫിസിക്കലായിട്ടുള്ള സ്ട്രെങ്ത് കൂട്ടണമെന്നുള്ളത് സത്യമാണ്. അതിനോടൊപ്പം നമ്മുടെ മിതത്വവും എക്കോ ലിവിങ്ങും പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുക എന്നുള്ളതും വളരെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ലിവിങ് വിത്ത് ലെസ് തിങ്സ് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമ്മളത് നിറവോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. ഈ ശബരിയുടെയും രാമൻ്റെയും അതിനകത്തുള്ള ഇളന്തപ്പഴം കൊടുക്കുന്ന ഒരു കാര്യം പറഞ്ഞപ്പോൾ ശരിക്കും ശബരി കടിച്ചു നോക്കിയിട്ട് കൊടുക്കുമ്പോൾ അതൊരു ഉച്ഛിഷ്ടമായി മാറുകയാണ്. പക്ഷേ രാമൻ അത് രണ്ട് കൈ കൊണ്ട് സ്വീകരിച്ച് ഭക്ഷിക്കുമ്പോൾ ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്കപ്പുറം അത് സന്തോഷപൂർവ്വം രാമൻ കഴിക്കുമ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ പറഞ്ഞു വരുന്ന മൈൻഡ്ഫുൾനെസ് ഈറ്റിംഗ്. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊടുക്കുന്ന ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് ആരാണെങ്കിലും, കൊടുക്കുന്ന വ്യക്തിയാണെങ്കിലും അത് ആരുമായിക്കൊണ്ട് പോട്ടെ, അവിടെ
നമ്മൾക്ക് എന്ത് പറയാൻ, വളരെ നന്ദിയോടുകൂടി വളരെ സ്നേഹത്തോടു കൂടി ആ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ഗന്ധം ആസ്വദിച്ച്, അതിൻ്റെ മണം ആസ്വദിച്ച്, അല്ലെങ്കിൽ നാവ് അതിൻ്റെ രുചി തൊട്ടറിഞ്ഞ് എല്ലാം അറിഞ്ഞ് അത് നന്ദിയോടെ കഴിക്കണമെന്നുള്ളതാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആൻ ഇതിനകത്തും പറഞ്ഞിട്ടുള്ളത്, നീ നന്ദിയോടെ ഭക്ഷണം കഴിക്കുക, പൊടുന്നനെ നിൻ്റെ പാത്രത്തിൻ്റെ മുമ്പ് നിന്ന് നീ കൈവലിക്കുക എന്നുള്ളതാണ്. അതും നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിലുള്ള മിതത്വം പാലിക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇതായി പറയാനുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കും, നമ്മളെ ഏറ്റവും വലിയ സ്നേഹിതൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സ് ഉയർത്തപ്പെടണം അല്ലെങ്കിൽ ഉണർത്തപ്പെടണമെങ്കിൽ തീർച്ചയായും എനിക്ക് യുവതലമുറയോട് കൂടി പറയാനുള്ളത് നമ്മുടെ കൂട്ടുകെട്ടും കാര്യങ്ങളായിരിക്കും ഏറെക്കുറെ. ഇംഗ്ലീഷുകാരൻ പറഞ്ഞിട്ടുണ്ട്, ടെൽ മി യുവർ ഫ്രണ്ട്, ഐ വിൽ ടെൽ യു ഹൂ യു ആർ. നീ നിൻ്റെ കൂട്ടുകാരൻ ആരെന്ന് പറയൂ, ഞാൻ നീ ആരാണെന്ന് നിന്നെക്കുറിച്ച് പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെയും കടലിൽ ചാടിക്കിടക്കുവാൻ, ലങ്കയിലോട്ട് എത്താൻ വേണ്ടി കടലിൽ ചാടിക്കിടക്കുവാൻ വളരെ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വാനര സൈന്യത്തിന് മുമ്പേ ജാംബവാൻ പറയുന്ന ഒരു ശ്ലോകമുണ്ട്. ആ ജാംബവാൻ പറയുന്ന ആ ഒരു ശ്ലോകത്തിൻ്റെ ഇതിനകത്ത് ഹനുമാൻ്റെ ഉള്ളിലുള്ള ശക്തിയെ ഉണർത്തുവാൻ വേണ്ടി ആണ് അത് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും ഹനുമാൻ്റെ ശക്തിയെക്കുറിച്ച് ഹനുമാന് തന്നെ ബോധ്യമില്ലാതിരുന്ന ഒരിതാണ്. അവനവൻ്റെ ശക്തിയെക്കുറിച്ച് ഓർമ്മ വേണമെന്നത്. അത് രാമായണത്തിൽ കടച്ചാടിക്കുക അത് പറഞ്ഞിട്ടുള്ളത്, നിൻ കയ്യിലല്ലോ തന്നതു രാഘവൻ അങ്കുലീയം, അതെന്തിനെന്നോർക്ക നീ, ത്വദ്ബല വീരവേഗങ്ങൾ വന്നിപ്പതിന് ഈ പ്രപഞ്ചത്തിലാർക്കുമാവില്ലടോ എന്നാണ് ഹനുമാനെ ഓർമ്മിപ്പിക്കുന്നു. രാമൻ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി നിൻ്റെ കയ്യിലാണ് സീതയ്ക്ക് കൊടുക്കാനുള്ള അങ്കുലീയം തന്നിരിക്കുന്നത്. രാമൻ ആ അങ്കുലീയം തന്നിട്ടുണ്ട്, നിൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലങ്ക ചാടിക്കിടക്കുവാനുള്ള, ഈ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലോട്ട് എത്താൻ നിനക്ക് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ, നിൻ്റെ വീര്യവേഗങ്ങൾ, നിൻ്റെ കഴിവുകൾ നിനക്കറിയാതെ പോകും, നിനക്കറിയില്ല, പക്ഷേ രാമന് അറിയാമെന്നുള്ളതാണ് ജാംബവാൻ ഓർമ്മിച്ചത്. ഇത് തന്നെയാണ് ഈ 30-ാം തീയതി നമ്മുടെ വേൾഡ് ഫ്രണ്ട്ഷിപ്പ് ഡേ കഴിഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ ജൂലൈ 30. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ശക്തിയെ ഉണർത്താൻ, നമ്മുടെ മാനസികമായ നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ ഉണർത്തിയെടുക്കുവാൻ തീർച്ചയായും നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ സുഹൃത്ത് വലയവും ഒരു ഘടകമാകും എന്നുള്ളതും കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ അത് യുവത്വം അത് വളരെ ശ്രദ്ധാപൂർവമായിരിക്കണമെന്നുള്ള ഒരു അഭിപ്രായം കൂടെ എനിക്കുണ്ട്. ഇന്ന് മയക്കുമരുന്നിൻ്റെ ഒക്കെ അടിമപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും, അങ്ങനെയല്ല കുറേ അധികം ആൾക്കാരെങ്കിലും ശരീരത്തിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരുപാട് യുവതലമുറയിലുള്ള ആൾക്കാരുണ്ട്. എങ്കിൽ പോലും അവരുടെ ഇനിയും കൂടുതലായി അവരുടെ ഉള്ളിലുള്ള ശക്തിയെ ഉണർത്തിയെടുക്കുവാൻ തീർച്ചയായും അവൻ്റെ കൂട്ടുകെട്ട് ഒരു ഘടകം ആണ് എന്നുള്ളതാണ്. എന്തു തന്നെയാണെങ്കിലും എല്ലാ തരത്തിലുള്ള ആധ്യാത്മിക ഗ്രന്ഥങ്ങളും നമ്മുടെ ജീവിതം നിലവാരം മാനവികതയുടെ തലത്തിൽ നിന്ന് ചിന്തിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രാചീന ഗ്രന്ഥമായ രാമായണം, പഴമയുടെ ഒരു ഗ്രന്ഥമായ രാമായണം, അതൊക്കെ പഴയ കാലത്തുള്ള ഏതോ ഒന്നാണ് എന്ന്, രാമായണം എന്നല്ല ഏത് തരത്തിലുള്ള ആധ്യാത്മിക ഗ്രന്ഥമാണെങ്കിലും അതിനകത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള പുതിയ കാര്യങ്ങൾ സ്വാംശീകരിച്ച് നമ്മളോടൊപ്പം ചേർത്ത് നിർത്തേണ്ടതൊക്കെ ചേർത്ത് നിർത്തി അതിനകത്തുള്ള ശാസ്ത്രീയമായ വശങ്ങൾ മുൻനിർത്തി മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. ഏറെ ഉണ്ട് എങ്കിൽ പോലും മറ്റൊരു വിഷയമായി, തികച്ചും ആരോഗ്യത്തെക്കുറിച്ച് മാത്രമുള്ള ആധുനിക കാഴ്ചപ്പാടിൻ്റെ മറ്റൊരു വിഷയമായി തീർച്ചയായും മറ്റൊരവസരത്തിൽ വരാം. നന്ദി, നമസ്കാരം. താങ്ക് യു.